കൂടുതലായിട്ടും ഇത് കുറച്ച് ദിവസത്തിനകം അല്ലെങ്കിൽ കുറച്ച് വീക്സിനുള്ളിൽ ഇത് തനിയെ റിസോൾവ് ആകും, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കുമ്പോൾ ഇത് റിസോൾവ് ആകും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ അഡിനോയിഡ് ഉള്ള കുട്ടികളിൽ ഇത് റിസോൾവ് ആകാതെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന കേസുകളിൽ അത് പിന്നീട് അവരുടെ ഹിയറിങ്ങിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ മിഡിൽ ഇയർ സ്പേസിലാണ് നമ്മുടെ ഹിയറിങ്ങിനെ സഹായിക്കുന്ന 3 എല്ലുകളുള്ളത്. അപ്പോൾ കുറച്ച് നാൾ ഫ്ലൂയിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അത് പിന്നീട് ഹിയറിങ്ങിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ്. ഇനി ഇതിൻ്റെ ഒരു സീക്വലി അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫ്ലൂയിഡ് അവിടെ കിടന്ന് പിന്നീട് അതിനകത്ത് വൈറൽ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫെക്ഷനായി മാറും. അത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ കുട്ടികൾക്ക് നല്ല സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നല്ല കരച്ചിൽ, അല്ലെങ്കിൽ ചെവി തട്ടിക്കൊണ്ടുള്ള സിവിയർ ആയിട്ട് നിർത്താത്ത കരച്ചിൽ ഒക്കെ ഉണ്ടാവും. അത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ. പിന്നീട് ഇത് മിഡിൽ ഇയർ പ്രഷർ കൂടിക്കഴിയുമ്പോൾ ടിംപാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇയർ ഡ്രം പൊട്ടി ഡിസ്ചാർജ് പുറത്ത് വന്ന് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ചാർജ് പുറത്തേക്ക് വരാനുള്ള ചാൻസസും ഉണ്ട്. അതാണ് നമ്മൾ ടിംപാനിക് മെംബ്രെയിൻ പെർഫറേഷൻ എന്ന് പറയുന്നത്.